ഹലോ എവരി വൺ വെൽക്കം ടു ബിഗ് ലേണിംഗ്. സോ യു ജി സി നെറ്റ് ജനറൽ പേപ്പറിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏരിയ യൂണിറ്റ് 9 ആണ്. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. എങ്ങനെയായിരിക്കണം പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? സോ ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി നമ്മൾ ചോദിച്ചിരിക്കുന്ന MCQs ഏതൊക്കെയാണ് ആൻഡ് വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മി സ്റ്റാർട്ട്. ആദ്യം നമുക്ക് യൂണിറ്റ് 9 സിലബസിൽ നിന്ന് തുടങ്ങാം. സിലബസിലേക്ക് വരുമ്പോൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ് ടോപ്പിക് ഏരിയ. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അവിടെ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണ് ആദ്യത്തെ ടോപ്പിക്. സോ ഈ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ്. ഓക്കെ. പിന്നീടുള്ളത് ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ, ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസ് ആൻഡ് ദിയർ ഇമ്പാക്ട് ഓൺ ദി എൻവയോൺമെന്റ്. Environmental issues, local, regional, and global environmental issues, then air pollution, water pollution, soil pollution, noise pollution, then waste, that is solid, liquid, biomedical, hazardous, electric, ഇലക്ട്രോണിക്, ഇങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് അവിടെ വരുന്നത്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ്, ഇമ്പാക്ട്സ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അടുത്ത ഏരിയാസ് നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ്, അതിൽ സോളാർ എനർജി, വിൻഡ് എനർജി, സോയിൽ, ദെൻ ഹൈഡ്രോ, ജിയോതെർമൽ, ബയോമാസ്, ന്യൂക്ലിയർ, ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള എനർജി സോഴ്സുകളെ പറ്റി, അതിൽ റിന്യൂവബിൾ എനർജി ഏതാണ്, നോൺ റിന്യൂവബിൾ എനർജി ഏതാണ്, തുടങ്ങിയിട്ടുള്ള അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, റീസെന്റ് എന്തെങ്കിലും നാച്ചുറൽ ഹസാർഡ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ പ്രോമിനന്റ് ആയിട്ടുള്ളവയെല്ലാം അറിഞ്ഞിരിക്കണം. ദെൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനേക്കാൾ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ടത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ദെൻ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ആൻഡ് എഫേർട്സ്, അവിടെ മോൺട്രിയൽ പ്രോട്ടോകോൾ, റിയോ സബ്മിറ്റ്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോ ദീസ് ആർ ദി ടോപ്പിക്സ് ഗീവൺ ആസ് പെർ സിലബസ്. ആൻഡ് ലെറ്റ് മി ടെൽ യു, ഈ ഒരു ഏരിയയിൽ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ സിലബസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് പൂർണ്ണമായിട്ട് ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് പറയാവുന്നത് ഇതിൽ ഇന്റർനാഷണൽ എഫേർട്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ലൈക്ക് മോൺട്രിയൽ പ്രോട്ടോകോൾ, റിയോ സബ്മിറ്റ്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ് ആൻഡ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഈ പറയുന്ന 5-6 ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 1 ക്വസ്റ്റ്യൻ ഫോർ ഷുവർ. അതാണ് ഈ ഏരിയയുടെ ഒരു സ്പെഷ്യാലിറ്റി. അതായത് ഡയറക്ട്ലി ഗീവൺ ആണ്. എന്തൊക്കെയാണ് സിലബസിലുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. കുറച്ച് അപ്ഡേറ്റ്സ് ലൈക്ക് വല്ല എൻവയോൺമെന്റൽ ഇവന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നാച്ചുറൽ ഇവന്റ്സ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് അപ്ഡേഷൻസ് നടത്തിയിരിക്കണം. റീസെന്റ് ഹാപ്പൻ ചെയ്തതിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുക. അതർവൈസ് തന്നിരിക്കുന്ന സിലബസിൽ തന്നിരിക്കുന്ന അതേ ഡയറക്റ്റ് വേയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ. സോ ലെറ്റ് മി മൂവ് ഓൺ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെ ഏരിയാസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് കാണാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു 5 ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ടോപ്പിക് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ആൻഡ് എഫേർട്സ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പാരീസ് എഗ്രിമെന്റ്, മോൺട്രിയൽ പ്രോട്ടോകോൾ പോലുള്ള എഗ്രിമെന്റ്സ് എന്തിനു വേണ്ടിയായിരുന്നു, അതിന്റെ അതിന്റെ റിസൾട്ട് എന്തൊക്കെയായിരുന്നു, അങ്ങനെയുള്ള രീതിയിൽ നമ്മളൊരു ടേബിൾ ബേസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് MDG ആൻഡ് SDG, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 2015 അതിന്റെ സ്കോപ്പ് അവസാനിച്ചിരുന്നു. പിന്നീട് 2015 തൊട്ട് 2030 വരെയുള്ള നമ്മുടെ ടാർഗറ്റ്സ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഏരിയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. പിന്നീട് മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് പറയാവുന്നത് പൊല്യൂഷൻ. അതിൽ ഡിഫറെന്റ് പൊല്യൂഷൻസും അതിന്റെ പൊല്യൂട്ടൻസും ആ പൊല്യൂട്ടൻസ് കാരണം ഹ്യൂമൻ ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ. ആൻഡ് ഇപ്പൊ നോയിസ് പൊല്യൂഷൻ ഒരു പ്രോമിനന്റ് ഏരിയ ആയിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ ഓരോ ലിമിറ്റിൽ ഇപ്പോൾ സൈലന്റ് സോണിലാണെങ്കിൽ നോയിസ് പൊല്യൂഷന്റെ ലിമിറ്റ് എങ്ങനെയാണ്, അതേപോലെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണെങ്കിൽ നോയിസ് പൊല്യൂഷന്റെ ലിമിറ്റ് എങ്ങനെയാണ്. ബിക്കോസ് നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂൾസ് പ്രകാരം 2000 പാസ്സാക്കിയിരിക്കുന്ന നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂൾസ് പ്രകാരം ഇവയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളോട് ചോദിക്കാറുണ്ട്. ദെൻ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ എഫേർട്സിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മളുടെ രാജ്യത്ത് ഇന്ത്യയുടെ ക്ലൈമറ്റ് ചേഞ്ച് ടാക്കിൾ ചെയ്യാനുള്ള ആക്ഷൻ പ്ലാനാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന്റെ ഭാഗമായിട്ട് 8 ഇനീഷ്യേറ്റീവ്സ് ആണ് വരുന്നത്. ആ 8 ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു.
then അതിൽ ഓരോ ഇനീഷ്യേറ്റീവ് ചോദിച്ചിട്ട് അതിൻ്റെ കോർ ഏരിയ ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. then renewable and non-renewable energy sources. So these are the 5 most important areas. അപ്പോൾ നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ട 5 ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, പൊല്യൂഷൻ ആൻഡ് പൊല്യൂട്ടൻസ്, ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇതായിരിക്കണം നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയാസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് കാണാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ഈസ് എ മെഷർ ഓഫ്. എന്തിനു വേണ്ടിയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് യൂസ് ചെയ്യുന്നത്? എയർ പൊല്യൂഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയാണോ, വാട്ടർ കണ്ടാമിനേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയാണോ, സോയിൽ കണ്ടാമിനേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയാണോ, അതോ ഡിസോൾവ്ഡ് ഓക്സിജൻ ഓഫ് റിവർ വാട്ടർ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണോ? സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് യഥാർത്ഥത്തിൽ വാട്ടർ പൊല്യൂഷന്റെ, വാട്ടർ കണ്ടാമിനേഷൻ ലെവല് അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഓർഗാനിക് മാറ്റർ എത്രമാത്രം വാട്ടറിൽ അടങ്ങിയിട്ടുണ്ട്, ആ ഓർഗാനിക് മാറ്ററിന്റെ ലെവൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് യൂസ് ചെയ്യാം. സോ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വാല്യൂ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെഷർ ഓഫ് വാട്ടർ പൊല്യൂഷൻ കോസ്ഡ് ബൈ ഓർഗാനിക് മാറ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ ബ്രീഫ്ലി മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ബിക്കോസ് ഇതെല്ലാം ഈ ടേംസ് എല്ലാം റിപ്പീറ്റഡ് ആണ്. നമുക്ക് ഇങ്ങനെയുള്ള ഇപ്പോൾ BOD എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ടർ പൊല്യൂഷൻ അളക്കുന്ന ഒരു മെഷർ ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിലായിരിക്കും BOD വരുന്നത്. സോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, ലെറ്റ് മീ മൂവ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. പൈറോളിസിസ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിംഗ് ദി പ്രോബ്ലം ഓഫ്. പൈറോളിസിസ് എന്താണ്, എന്തിനെയാണ് സഹായിക്കുന്നത്? എയർ പൊല്യൂഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, വാട്ടർ പൊല്യൂഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി, അതേപോലെ തന്നെ ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി, എന്തിനു വേണ്ടിയാണ് പൈറോളിസിസ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ആക്ച്വലി പൈറോളിസിസ് എന്താണ്? ഈസ് എ പ്രോസസ് ഓഫ് ബേണിംഗ് എ സബ്സ്റ്റൻസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഓർ ഇൻ ദി കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ഒരു വസ്തുവിനെ ബേൺ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഓക്സിജൻ കൺട്രോൾ അറ്റ്മോസ്ഫിയറിൽ നിർത്തിയിട്ട് ബേൺ ചെയ്ത് നശിപ്പിക്കുക, അങ്ങനെ ഉള്ള ആക്ടിനെയാണ് നമ്മൾ പൈറോളിസിസ് എന്ന് പറയുന്നത്. അതായത് മുനിസിപ്പൽ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് പൈറോളിസിസ്. ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് വേണ്ടിയാണ്, ബേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. സോ അതും പുതിയൊരു നോളജ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിൽ വെച്ചേക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, which of the following are core missions of National Action Plan on Climate Change? So as I already told you, National Action Plan on Climate Change നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് 8 മിഷൻസ് ആണുള്ളത്. അതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടെത്തണം. സോ ഏതൊക്കെയാണ് ഈ 8 മിഷൻസ്? ജസ്റ്റ് നോക്കുക. നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, National Mission for Sustaining Himalayan Ecosystem, National Mission for a Green India, National Mission for Sustainable Agriculture, National Mission on Strategic Knowledge for Climate Change. So these are the 8 missions. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കുക, അതിൽ ഏതൊക്കെയാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്? ക്യാൻ സി നാഷണൽ സോളാർ മിഷൻ നമ്മൾ കണ്ടതാണ്. ദ നാഷണൽ മിഷൻ ഓൺ ഡെസേർട്ട് ഈസ് നോട്ട് ദെയർ. നാഷണൽ വാട്ടർ മിഷൻ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നാഷണൽ മിഷൻ ഓൺ ഇന്ത്യൻ ഓഷൻ ഈസ് നോട്ട് ദെയർ. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A, C ആൻഡ് D. ഓപ്ഷൻ A, C ആൻഡ് D. ഓപ്ഷൻ C ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ഓൺ. അതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി മിഷൻസ് ഓഫ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. സോ ആ 8 മിഷൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നാഷണൽ സോളാർ മിഷൻ, ഗ്രീൻ ഇന്ത്യൻ മിഷൻ, വെസ്റ്റേൺ ഗട്ട് ഡെവലപ്മെന്റ് മിഷൻ, നാഷണൽ വാട്ടർ മിഷൻ, then air pollution mitigation mission. So the right answer is national solar mission is there, green India mission, national mission for a green India അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേപോലെ നാഷണൽ വാട്ടർ മിഷൻ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. വെസ്റ്റേൺ ഗട്ട് ഡെവലപ്മെന്റ് മിഷൻ ഇല്ല, എയർ പൊല്യൂഷൻ മിറ്റിഗേഷൻ മിഷനും അതിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. സോ ലൈക്ക് വൈസ് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാം. So the right answer is option D, A, B and D only. Okay, moving on. നമ്മൾ കണ്ട ഏരിയാസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. സോ ഇതെല്ലാം നോക്കുവാണെങ്കിൽ മെനി ടൈംസ് റിപ്പീറ്റഡ് ആണ്.
സെയിം ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലായിരിക്കില്ല, സെയിം ഏരിയ ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1. നോയിസ് പൊല്യൂഷൻ ഹാസ് അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ ഹിയറിംഗ് എബിലിറ്റി ആസ് വെൽ ആസ് സൈക്കോളജിക്കൽ വെൽ ബീയിങ് ഓഫ് എ പേഴ്സൺ. റൈറ്റ്? നോയിസ് പൊല്യൂഷൻ കാരണം ഹിയറിംഗ് ഡിസബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഹ്യൂമൻ പെർസെപ്ഷൻ ഓഫ് നോയിസ് ലെവൽസ് ഈസ് ലീനിയർ. ലീനിയർ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ് നോയിസ് ലെവലിനെ അളക്കുന്നതെന്നാണ്. അങ്ങനെ ഒരേ ഡയറക്റ്റ് വേയിൽ നമുക്ക് നോയിസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മുടെ പെർസെപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഓരോ ഇൻഡിവിജ്വലും അവരുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. സം പീപ്പിൾ കുറച്ച് കൂടുതൽ ചെറിയ നോയിസ് ലെവലിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം, കൂടുതൽ നോയിസ് വരുമ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാകാം. സോ നോയിസ് ലെവലിന്റെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ അല്ല, ഒരിക്കലും ലീനിയർ അല്ല. സോ ഓപ്ഷൻ 1 പറയുന്നത് ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അതേപോലെ നോയിസ് പൊല്യൂഷൻ എന്ന് വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് റിപ്പീറ്റഡ് ആണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, ഐഡന്റിഫൈ ദി ഹെൽത്ത് എഫക്ട്സ് റിലേറ്റഡ് ടു നോയിസ് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ കാരണം ഉണ്ടാകാവുന്ന ഹെൽത്ത് ഇഫക്ട്സ് എന്തൊക്കെയാണ്? സ്പീച്ച് ഇന്റർഫിയറൻസ് ഉണ്ടാകാം, ഹിയറിംഗ് ലോസ്, ഹിയറിംഗ് ഇമ്പയർഡ്നെസ് ഉണ്ടാകാം, ദെൻ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, ദെൻ റെസ്പിറേറ്ററി ഡിസീസസിന് നോയിസ് പൊല്യൂഷൻ കാരണമാകുന്നില്ല, ദാറ്റ്സ് എ ഫാക്ട്. ദെൻ ഇൻസോംനിയ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, ഉറക്കത്തിലുണ്ടാകാവുന്ന ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും അത് കാരണമാകാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ, ബി, സി ആൻഡ് ഇ. റൈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ലാസ്റ്റ് കുറച്ച് 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കാണുന്ന ഒരു ഏരിയയാണ് നോയിസ് പൊല്യൂഷൻ ലിമിറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാമെന്ന്. അക്കോർഡിംഗ് ടു നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് ഇൻ ഇന്ത്യ, നോയിസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡ്യൂറിംഗ് നൈറ്റ് ടൈം മസ്റ്റ് നോട്ട് എക്സീഡ്. നൈറ്റ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് 10 PM to 6 AM ആണെങ്കിൽ മാക്സിമം ലിമിറ്റ് എത്രയായിരിക്കണം? 35 dB. ഡെസിബിൾസ് ആണ്, ഡെസിബിൾസിലാണ് നോയിസ് അളവ് നമ്മൾ അളക്കുന്ന യൂണിറ്റ് ഡെസിബിൾ ആണ്. 35 dB, 40 dB, ദെൻ 45 ആൻഡ് 50 dB. ഏതാണ് റൈറ്റ് ആൻസർ? അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതിയാകും. സി, ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണെങ്കിൽ ഡേ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 75 ആണ്, നൈറ്റ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 70 ആണ്. കൊമേഴ്ഷ്യൽ ഏരിയാസ് ആണെങ്കിൽ 65 ആണ് ഡേ ടൈം, നൈറ്റ് ടൈമിലാണെങ്കിൽ അത് 55 ആണ്. റെസിഡൻഷ്യൽ ഏരിയാസ് ആണെങ്കിൽ 55 ആണ് ഡേ ടൈം, 45 ആണ് നൈറ്റ് ടൈമിൽ വരുന്നത്. സൈലന്റ് സോൺസ്, സ്കൂൾ, ഓഫീസസ്, കോർട്ട് പോലുള്ള ഏരിയാസ് എല്ലാം സൈലന്റ് സോൺ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റൽസ് ഒക്കെ. അപ്പോൾ അത്തരം സോണുകളിൽ ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സൈലന്റ് സോണിന്റെ ഭാഗമാണ്. അത്തരം സോണുകളിലെ ഡേ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 50 ആണ്, നൈറ്റ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, സോ നമ്മൾ ചോദിച്ചിരുന്നത് നൈറ്റ് ടൈം ലിമിറ്റ് എത്രയാണെന്നാണ്. സോ നൈറ്റ് ടൈമിലെ ലിമിറ്റ് എന്ന് പറയുന്നത് 40 dB ആണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ മറ്റൊരു രീതിയിൽ, അതായത് ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ലൈക്ക് മാക്സിമം ലിമിറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ടേബിൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, മൂവിങ് ഓൺ. നോൺ പോയിന്റ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആർ. നോൺ പോയിന്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എവിടെ നിന്നാണ് ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന വസ്തുക്കൾ എങ്ങനെയാണ് വാട്ടറിൽ എത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന കണ്ടാമിനേഷന് വേണ്ടി കാരണമായിട്ടുള്ള പൊല്യൂട്ടൻസ് എങ്ങനെ വാട്ടറിലെത്തി എന്നത് ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പലയിടത്തുനിന്നായിട്ട് പല രീതിയിൽ വാട്ടറിലേക്ക് എത്തിയതാക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനെ നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് നോട്ട് ഫ്രം എ സ്പെസിഫിക് ലൊക്കേഷൻ. അപ്പോൾ വാട്ടർ പൊല്യൂഷന്റെ സോഴ്സസ്, നോൺ പോയിന്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നിന്നാവില്ല. ഇത് ഡിഫ്യൂസ് ആണ്, റൈറ്റ്? ഡിഫ്യൂസ്ഡ് ഫ്രം ഡിഫറെന്റ് ലൊക്കേഷൻസ് ആണ്, പലയിടങ്ങളിൽ നിന്നും ഡിഫ്യൂസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ദെൻ ഇത് എപ്പിസോഡിക് ആണ്, പല രീതിയിൽ നമുക്ക് പല ടൈമായിട്ട് വാട്ടറിനെ പതുക്കെ പതുക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണുക. ദെൻ ഇറ്റ് കനോട്ട് ബി, ഇത് ഐഡന്റിഫയബിൾ അല്ല, അത്ര ഈസിലി ഐഡന്റിഫയബിൾ അല്ല, ആൻഡ് മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. സോ നോൺ പോയിന്റ് സോഴ്സസ് എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായാൽ കാര്യങ്ങൾ ക്ലിയർ ആണ്. നോൺ പോയിന്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഡിഫ്യൂസ് ആണ്. നോൺ പോയിന്റ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആർ ദോസ് ദാറ്റ് ആർ ഡിഫ്യൂസ് നോട്ട് ആൻഡ് ഡു നോട്ട് ഒറിജിനേറ്റ് ഫ്രം എ സ്പെസിഫിക് ലൊക്കേഷൻ ഓർ എ പോയിന്റ് സോഴ്സ്. പലയിടങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ മണ്ണിലൂടെ പലയിടങ്ങളിൽ നിന്നും എന്താ പറയുക ഊർന്നിറങ്ങി അവസാനം വെള്ളത്തിലെത്തുന്നതാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? നമുക്ക് ആ സോഴ്സ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, ഡിഫിക്കൽട്ട് ആണ്.
So monitoring is difficult. So non-point sources of water pollution are typically caused by activities such as agricultural runoff, storm water runoff, or atmospheric disposition. ഇവിടെ ഒന്നും നമുക്ക് ഏത് പോയിന്റിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, എവിടെ നിന്നാണ് ഈ അഗ്രികൾച്ചർ റൺ ഓഫ് നമ്മുടെ ഏത് അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്നാണ് കറക്റ്റ് നമ്മുടെ വാട്ടറിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഡിഫ്യൂസ്. ദെൻ എപ്പിസോഡിക് ആണ്, അതേപോലെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മോണിറ്റർ. ഓക്കെ, അത് വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കണ്ടു. എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതേപോലെ ഉണ്ട്. സോ ഈ ഏരിയാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ഏരിയയാണ് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്. സോ ഈ ക്വസ്റ്റ്യനിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഡിഫറെന്റ് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും അത് എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്: ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ് ആൻഡ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ലിസ്റ്റ് 2 പറയുന്നത് അതിന്റെ ടാർഗറ്റ് ഏരിയ ഏതാണ്? ക്ലീൻ ആൻഡ് അഫോർഡബിൾ എനർജി, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ, phasing out of chlorinated compounds. So the right answer is, you can see, A എന്ന് പറയുമ്പോൾ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ എയിം ചെയ്യുന്നത്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണെങ്കിൽ ഫേസിങ് ഔട്ട് ഓഫ് ക്ലോറിനേറ്റഡ് കോമ്പൗണ്ട്സ്, അതായത് നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന കോമ്പൗണ്ട്സിനെ ഒഴിവാക്കുക. അതിനു വേണ്ടിയാണ്, ക്ലോറിനേറ്റഡ് കോമ്പൗണ്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ വരുന്നത്. അതേപോലെ പാരീസ് എഗ്രിമെന്റ് പ്രകാരം ഓരോ രാജ്യത്തിനും റിലീസ് ചെയ്യാവുന്ന എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നു. സോ രാജ്യങ്ങൾക്ക് ഒരു സീലിംഗ് വയ്ക്കുവാണ്, കാർബൺ ട്രേഡിംഗ് എന്നൊക്കെ പറയും. അത്തരത്തിൽ മാക്സിമം ലെവൽ എത്രയാണ് ഓരോ രാജ്യത്തിനും എമിറ്റ് ചെയ്യാവുന്നത്, അതിന്റെ ലിമിറ്റ് ഫിക്സ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ ഫിക്സ് ചെയ്യുന്നു. അതനുസരിച്ച് അവർ ആക്ട് ചെയ്യും. സോ കാർബൺ ട്രേഡിംഗ് പോലുള്ള കൺസെപ്റ്റുകൾ വഴി ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാനാണ് എയിം ചെയ്യുന്നത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് അഫോർഡബിൾ എനർജി. സോളാർ ബെൽറ്റിലുള്ള, അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള നേഷൻസ് ആണ് പ്രധാനമായിട്ടും, ഞാൻ അവർ മാത്രമാണെന്നല്ല പറയുന്നത്, ഇന്ത്യ ഉൾപ്പെടുന്ന രണ്ട് ട്രോപ്പിക്സിന് ഇടയിലുള്ള നേഷൻസ് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ത്യയും ഫ്രാൻസുമായിരുന്നു ആദ്യം ഇനീഷ്യേറ്റീവ് എടുത്തത്. പിന്നീട് മറ്റ് രാജ്യങ്ങളും അതിന്റെ ഭാഗമായി ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 120 എബോവ് കൺട്രീസ് ഈ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെയർപേഴ്സൺ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുക. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ദെൻ ആ ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ പറ്റിയാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കണ്ടോ, സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് പ്രസന്റ് പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഇസ് ഹെൽഡ് ബൈ ഇന്ത്യ. ദാറ്റ് ഈസ് റൈറ്റ്. ഇന്ത്യയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മെമ്പറാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച രീതിയിൽ നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ രണ്ട് ട്രോപ്പിക്സിനിടയിൽ വരുന്ന രാജ്യങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അമേരിക്ക അതിനകത്താണോ, അമേരിക്ക ഇതിനകത്ത് ഒരു മെമ്പർ ആണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ വരും. 101ാമത്തെ മെമ്പറായിട്ട് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സോ ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ 101ാമത്തെ മെമ്പർ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ്. അതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെമ്പർ ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ബിക്കോസ് അമേരിക്ക മെമ്പർ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഇതിനകത്തൊരു മെമ്പർ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് ഈസ് മോസ്റ്റ് അബൻഡന്റ് ഇൻ ബയോഗ്യാസ്? ബയോഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? CH4 മീഥേൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, ഹൈഡ്രജൻ സൾഫൈഡ് ആണോ, അതോ ഹൈഡ്രജൻ ആണോ? ഏറ്റവും കൂടുതൽ അബൻഡന്റ് ആയിട്ടുള്ള ബയോഗ്യാസിലുള്ളത് മീഥെയിൻ ആണ് കേട്ടോ. അതായത് മീഥെയിൻ ഏതാണ്ട് 55 മുതൽ 70% വരെ മീഥെയിൻ ആണ് ബയോഗ്യാസിലുള്ളത്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമത് 30 മുതൽ 45% വരെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് മീഥെയിൻ ആണ്. ഓക്കെ, സോ നമ്മൾ എന്താ പറയുക, ഓൾറെഡി ഡിഫറെന്റ് നാച്ചുറൽ സോഴ്സസുകളിൽ നിന്നും അല്ലെങ്കിൽ എനർജി സോഴ്സസുകളിൽ ബയോഗ്യാസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ കണ്ടു. അതേപോലെ മറ്റ് എനർജി സോഴ്സസുമായി ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ച് ചെയ്യുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 1, 2, 3, 4. ഇപ്പോൾ ജസ്റ്റ് അറിഞ്ഞാൽ പോരാ, 17 ഗോളുകളുണ്ട്. 17 ഗോളുകളും എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്പർ വൈസ് അറിഞ്ഞിരിക്കണം. സോ ഗോൾ ടു ബി അച്ചീവ്ഡ് തന്നിട്ടുണ്ട്: സീറോ ഹങ്കർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നോ പോവർട്ടി, ഗുഡ് ഹെൽത്ത്. സോ ദീസ് ആർ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നോക്കുക,
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ 1 പറയുന്നത് നോ പോവർട്ടി, 2 സീറോ ഹങ്കർ, 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ, 5 ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഇസ് ദി 6th one, 7th goal affordable and clean energy, 8 decent work and economic growth, 9 industry innovation and infrastructure, 10 reduced inequalities, 11 sustainable cities and communities, 12 responsible consumption and production, 13 climate action, 14 life below water, 15 life on land, 16 peace and justice and strong institution, and for 17 is partnership for the goals. So these are the different സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കേട്ടോ. ഈ പറയുന്ന 17 എണ്ണമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 17 എണ്ണവും കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഈസ് SDG 1 എന്ന് പറയുന്നത് നോ പോവർട്ടി ആണ്. SDG 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സീറോ ഹങ്കർ. SDG 3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. SDG 4 ദാറ്റ് ഈസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ആ ഏരിയയിൽ നിന്നും ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് മില്ലേനിയം സമ്മിറ്റ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇൻ ദി ഇയർ 2000. ദാറ്റ് ഈസ് റൈറ്റ്. 2000 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ക്രിയേറ്റ് ചെയ്തത്. 2015 അച്ചീവ് ചെയ്യാവുന്ന ടാർഗറ്റുകളെ പറ്റിയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ പറഞ്ഞിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വെയർ അഡോപ്റ്റഡ് ഇൻ 2015. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ 2015 എൻഡ് ചെയ്യുന്നു. ആ വർഷമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഡോപ്റ്റ് ചെയ്തത്. സോ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, കറക്റ്റ് ആണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇന്റർനാഷണൽ സോളാർ അലയൻസ് വാസ് ലോഞ്ച്ഡ് ബൈ ഫ്രാൻസ് ആൻഡ് ഇന്ത്യ ഓൺ ദി സൈഡ് ലൈൻസ് ഓഫ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് COP. കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ 25th കോൺഫറൻസിലാണോ, 24th കോൺഫറൻസിലാണോ, 23-ലാണോ, അതോ 21st-ലാണോ? ഓക്കെ, സോ ഈ എഗ്രിമെന്റിൽ, അതായത് ഇന്ത്യയും ഫ്രാൻസുമാണ് മുൻകൈ എടുത്തതെന്ന് നമ്മൾ പറഞ്ഞു. 21ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ സൈഡ് ലൈൻസിലാണ്, അതായത് ഇതിന്റെ മീറ്റിംഗിനിടയിലാണ് ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ലോഞ്ച് ചെയ്യുന്ന തീരുമാനമെടുത്തത്. അതിൽ മറ്റ് മെമ്പർ കൺട്രീസ് ഒക്കെ മറ്റ് രാജ്യങ്ങൾ എഗ്രി ചെയ്യുകയും നിലവിൽ 120 മെമ്പേഴ്സോളമുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമായിട്ട്, വലിയ ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആയിട്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസ് മാറുകയും ചെയ്തു. ഓക്കെ, സോ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ലാസ്റ്റ് ഇയറിൽ കണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടും ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സിലബസ് വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നല്ലത്. സോ യു വിൽ ഹാവ് ടു കംപ്ലീറ്റ് ദി എൻറ്റയർ ടോപ്പിക്സ്. ടോപ്പിക് 1 by 1 ആയിട്ട് എടുക്കുക. ഓരോ ടോപ്പിക്കിലും എന്താണ് ഇതിൻ്റെ മീനിങ്, കൺസെപ്റ്റ് എന്താണ്, ഔട്ട്കംസ് എന്താണ്, അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ലേൺ ബൈ സിലബസ്. രണ്ടാമതായിട്ട് ഫോളോ ദി ഓൾ ദി PYQs. നിങ്ങൾ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെയും ജനറൽ പേപ്പർ ആണല്ലോ, ജനറൽ പേപ്പറിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് 45 ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും. ആ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക 1 by 1 ആയിട്ട്, സിലബസ് വൈസ് ആയിട്ട് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് ഏത് ഏരിയയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കവർ ചെയ്ത് പോവുക. ദെൻ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്രിയേറ്റ് ഷോർട്ട് നോട്ട്സ് ഓഫ് ഈച്ച് ടോപ്പിക്. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലൊരു ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ MCQ അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്കത് ഈസി ആയിട്ട് മാറും. ഷോർട്ട് നോട്ടിലേക്ക് ആഡ് ചെയ്ത് പോവാം. ടോപ്പിക് ഏരിയ ഇതാണെങ്കിൽ ആ ഏരിയയിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് പോവാം. ആൻഡ് പ്രാക്ടീസ് MCQs റെഗുലർലി. ഓൾസോ യു നീഡ് ടു സ്റ്റേ അപ്ഡേറ്റഡ് ഇൻ സെൻസ് ദാറ്റ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അറിഞ്ഞിരിക്കണം. ആ ഒരു നോളജ് നമുക്ക് ആവശ്യമാണ്. അത്തരം അപ്ഡേറ്റ്സ് ഇപ്പോൾ ന്യൂസിൽ വന്നിട്ടുണ്ട്, ഒരു നാച്ചുറൽ ഹസാർഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്, എർത്ത് ക്വേക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടേക്ക് മാത്രമാണ് അപ്ഡേഷൻസ് ആവശ്യമുള്ളത്. ഓക്കെ, അതേപോലെ നാഷണൽ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയുക. ദെൻ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയുക. സോ പാരീസ് എഗ്രിമെന്റിൽ നിന്നും USA മാറി നിൽക്കുമെന്ന് പറയുന്നു, എന്താണെന്ന് അറിയുക. അങ്ങനെ ഓരോന്നായിട്ട് റീസെന്റ് നടന്നിരിക്കുന്ന ഈ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചേഞ്ചസിനെ പറ്റിയുള്ള അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അവിടെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതും 8 out of 10 ആണ്. അതായത് 5 ക്വസ്റ്റ്യൻസിൽ 4 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് നേടാൻ പറ്റണം. ഓക്കെ, അത് ടാർഗറ്റ് ചെയ്യുക. ഈ ഗെറ്റ് 3 ദാറ്റ്സ് ഫൈൻ.
ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ 4 ആണ്, 3 കിട്ടുവാണെങ്കിലും ദാറ്റ്സ് ഫൈൻ. ചിലപ്പോൾ നമ്മളോട് ചില ടഫ് ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ടാണ്. അതർവൈസ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് PYQ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് 4 ഔട്ട് ഓഫ് 5. അതാണ് ഈ ഒരു ഏരിയയുടെ സ്കോപ്പ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു എവരി വൺ.